നീ ഇപ്പൊ കണ്ടോ ഞാൻ ചെയ്യാൻ പോകുന്ന എന്നാന്ന്. ഡി പെണ്ണെ, ആ ഫുഡ് ഒന്ന് തന്നേ. എന്റെ ഫുഡ് എന്തിനാ നിങ്ങൾക്ക്? നിങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടില്ല? ഇല്ലാത്തോണ്ടല്ലേ ചോദിച്ചതാ. മര്യാദക്ക് ടിഫിൻ ബോക്സ് തരാൻ നോക്കുക. എന്റെ പൊന്നി എബിനെ, അവള് പുതിയ വന്ന കുട്ടിയല്ലേ. നീ ഇപ്പൊ തന്നെ നിന്റെ തനി സ്വരൂപം കാണിക്കല്ലേ. നീ നിന്റെ പണി നോക്കിയാ മതി. നിനക്കറിയാലോ ഞാൻ ആരാന്നാ. ഞാൻ ഒന്നും ഇടപെടുന്നില്ല. എന്നാ നിനക്ക് നല്ലത്. രണ്ടുപേരും തല്ലുകൂടണ്ട. ഞാൻ എന്റെ ഫുഡ് നിനക്ക് തരാം. എന്താടി പേടിച്ചു തുടങ്ങിയല്ലേ? പേടിക്കണം, ഇതിന് കൂടുതൽ നീ പേടിക്കണം. ഞാനാ നിങ്ങളോട് എന്റെ ഫുഡ് എടുക്കാൻ പറഞ്ഞില്ലേ, പിന്നെന്തിനാ ഇത്ര സംസാരിക്കുന്നേ? അതെന്റെ ഇഷ്ടമാണ്, ഇതെന്റെ സ്കൂളാ. ഓക്കെ. വന്നപ്പോ വിചാരിച്ചോ വലിയ ആളാണെന്നാ, ഇപ്പൊ മനസ്സിലായി. ഫുഡിന് മുന്നിൽ വെച്ചിട്ടാ ഒരു തർക്കം വേണ്ട വിചാരിച്ചിട്ടാ. ഇത് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോയിക്കോളൂ. ഓരോ ഫുഡിന്റെയും വില ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നിനക്കറിയാത്തത് കാര്യാക്കണ്ട. അതും കൊടുത്താ. സാറ, നീ പേടിക്കണ്ട, നീ എന്റെ ഫുഡ് കഴിച്ചോ. എടാ മച്ച സൂപ്പർ ആയിരുന്നു. നിന്റെ ഷോ ഒരു രക്ഷയില്ല. താങ്ക്സ്. ഇനി ഫുഡ് കഴിക്കുക. ഒരുപാട് ഫുഡ് ഉണ്ടാ. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തോന്നുന്നു. അതെ അതെ, ഒരുപാട് ഇഷ്ടായി. ഇവിടെ ആരും അവനെതിരെ സംസാരിക്കാറില്ല, നീ മാത്രമേ സംസാരിക്കാറുള്ളൂ. ഓ അങ്ങനെയൊക്കെയാണോ? ആടി സത്യമായിട്ടും ഇജെന്നെ സംസാരിക്കില്ലല്ലോ. ഓ ശരിയെന്നാ. ഇതാണോ നിങ്ങൾ ഭയപ്പെട്ട അച്ഛമ്മ? ആടി ഭയങ്കര ദുഷ്ടത്തിയാ. ചെറിയ കാര്യത്തിൽ വലിയ വലിയ പണിഷ്മെന്റ് ഒക്കെ തരും. ഇന്നൊക്കെ എത്ര പിടിച്ചിട്ടുണ്ടറിയോ? ചിരിക്കേണ്ട ചിരിക്കേണ്ട. അയ്യോ, ഈ പെണ്ണുമ്പിള്ളെന്താ ഇങ്ങോട്ട് വരുന്നേ? അച്ഛമ്മലെന്താ ഇങ്ങോട്ട് വന്നാലോ? ഓ വന്നാലേ എന്തെങ്കിലും ഗുലുമാലുണ്ടാക്കോ. എത്ര ക്ലാസ്സിലാ പഠിക്കണേ? മാം 10ലാ. ഇതാണല്ലേ സാറ? അതെ മിസ്സേ. ഞാനും 10ൽ പഠിച്ചിരുന്നു. ആ സമയത്തൊന്നും പുറത്തേക്കൊന്നും ടീച്ചേഴ്സ് വിടാനയക്കൂല. ഇതെന്താ നിങ്ങൾക്ക് ഇത്ര പ്രത്യേകത? നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഏതാ? ഷീബ ടീച്ചർ. ഓ ഷീബ ടീച്ചർ ആണല്ലേ, പാവം ടീച്ചർ അല്ലേ, അതുകൊണ്ടായിരിക്കും. എന്തായാലും ഞാൻ പറയണ്ട്. അതെന്താ നിങ്ങളിങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നത് അത്ര നല്ലതല്ല. ഉള്ള സമയം നല്ലതിന് വേണ്ടി ചെലവഴിച്ചൂടെ? ഫുഡ് കഴിച്ചു വന്നതേ ഉള്ളൂ മിസ്സേ. ഇത്ര തർക്കുത്തര ഏറിയിട്ടുള്ള കുട്ടികളോ? കാണിച്ചു തരാം. ഈ പെണ്ണിനൊക്കെ ചോദിക്കാൻ പോയേ? പിന്നെ നമ്മുടെ ഇഷ്ടമല്ല അതൊക്കെ. അല്ല, നീ എന്തിനാ അവർക്ക് ഫുഡ് കൊടുത്തേ? എന്തായി പെണ്ണേ, മനസ്സില് എന്തെങ്കിലും ഉണ്ടാ? അയ്യേ അവനോടോ? പിന്നെ വെറുതെ ഇഷ്യൂ ഉണ്ടാക്കണ്ട വിചാരിച്ചിട്ട് കൊടുത്തേ. അല്ല, എന്നിട്ട് ടിഫിൻ ബോക്സ് തന്നാ? ഇല്ലടോ, ഇതുവരെ തന്നിട്ടില്ല. പിശിക്ക് കഴിക്കായിരിക്കും. അവൻ എല്ലാ ദിവസവും ഓരോ പെമ്പിള്ളേര് ടിഫിൻ ബോക്സ് വാങ്ങി കഴിക്കൂ. ആണോ? എന്നാ അത് നിർത്തലാക്കിക്കൂടെ? വേണ്ടാന്ന് വിചാരിച്ചിട്ടാ. എച്ചമ്മിരല്ലേ. ഓ സാറ, എന്താ? നല്ല ഫുഡായിരുന്നു, സോ ഗുഡ്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ആ ഫുഡ് കഴിച്ചിട്ടുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ടിഫിൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പോയി കഴിക്കോ. അതെന്തേ? കഴിച്ച് നിനക്ക് കഴുകാൻ അറിയില്ലേ? അതെ, എനിക്ക് കഴുകാൻ അറിയില്ല. എന്നാ ഞാനത് പഠിപ്പിച്ചു തരാം. നീ ഒന്നും എനിക്ക് പഠിപ്പിച്ചു തരണ്ട. നീ നിന്റെ പണി നോക്കി പോയാ മതി. വേണമെന്നുണ്ടെങ്കിൽ കഴുകി വെച്ചോ. ഫുഡ് കഴിക്കുന്ന മുന്നേ ഇതല്ലായിരുന്നല്ലോ നിന്റെ സംസാരം. അതൊക്കെ ഉണ്ടാവോ, അത് സഹിച്ച് സ്കൂളിൽ നിന്നാ മതി നീ. അപ്പൊ നീ ഉറപ്പായിട്ടും അത് കഴുകൂല? കഴുകില്ല എന്നൊരു തവണ പറഞ്ഞില്ലേ, ഇനി എന്താ? ഓഹോ അങ്ങനെയാണല്ലേ. എന്നാലേ ഞാനൊരു പണി തരാം. അയ്യേ, നിന്നെ പോലെ പെമ്പിള്ളേർക്ക് എന്ത് പണി തരാൻ കഴിയും? ഒന്ന് പോടി. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. എന്നാലും നീ ചെയ്ത് വലിയ തെറ്റായി പോയിട്ടോ. ഫുഡ് കഴിച്ചു കഴിഞ്ഞാല് അതിന്റെ വേസ്റ്റ് കഴുകണ്ടേ? അതല്ലേ ഒരു ഇത്. സംസാരം കേട്ടാ ഞാൻ നിന്റെ ഫുഡ് കഴിച്ചെന്നാ. നിന്റെ ഫുഡല്ലല്ലോ ഞാൻ അവളോട് സംസാരിക്കുന്നേ. നീ ഇടപെടണ്ട. അതിനെന്തിനാ ഓളോട് ചൂടാവണേ? ഇന്നോട് ചൂടായിക്കേ. എനിക്ക് നിന്നോടെ കൂടുതൽ സംസാരിക്കേ ഒട്ടും ആഗ്രഹമില്ല. അതുകൊണ്ട് ഞാനിപ്പോ പോണോ. അല്ല പിന്നെ അല്ല, ഇനി നീ എന്ത് പണിയെ കൊടുക്കണേ? അതൊക്കെയുണ്ട്, നല്ലൊരു പണിനെ ഞാൻ കൊടുക്കും. നീ കണ്ടോ. ഈ സാറയാളുടെ കാര്യം അവൻക്ക് ഒട്ടും അറിയില്ല. പിന്നെ ചെയ്യുമ്പോ ഒന്ന് സൂക്ഷിച്ച് ചെയ്യണേ. കാരണം എച്ചബ് അറിയാലോ. ഓ എച്ചമ്മ ഒന്ന് മിണ്ടാതിരിക്കണ്ടോ? ഒരു എച്ചമുണ്ട് അവനോട്. അവരും എച്ചമെന്താ? എനിക്ക് ഭ്രാന്ത് പിടിക്കണ്ടേ. എനിക്ക് എച്ചമ്മനും പേടിയില്ല, അവനും പേടിയില്ല. നിങ്ങൾക്കൊക്കെ അവരെ പേടിയുണ്ടെങ്കിലേ അത് പറഞ്ഞാ മതി. എടി, എന്തിനാ എന്നോട് ഇങ്ങനെ സംസാരിക്കണേ? ഞാൻ എനിക്കൊരു ഉപദേശം തന്നല്ലേ. ഉപദേശം വേണ്ടതേ അവൻക, എനിക്കല്ല. പോയാ ഞാനും പോട്ടെ, അല്ലെങ്കിൽ ഈ പെണ്ണെ എന്തെങ്കിലും പണിയൊപ്പിക്കൂ. രണ്ടും മറുപടി കൊടുത്ത് പോന്നിക്കണേ. പേടിച്ചിക്കണെന്നാ എനിക്ക് തോന്നണേ. ഓ അത് നിന്നെ തോന്നൽ മാത്രമായിരിക്കും. ഫുഡ് കഴിച്ചിട്ട് പോരാ, അതിന്റെ ഫുഡ് വേസ്റ്റ് എല്ലാം കൂടി അവിടെ വെച്ചിരിക്കേ. ദാ ഇത് നീ തന്നെ എടുത്തോ. ഈ പെണ്ണ് എന്ത് പരിപാടി കാണിച്ചേ? നീ ഇപ്പൊ ചെയ്തതിന് നീ ശിക്ഷ അനുഭവിക്കും. ഓഹോ, എന്നാലേ അതൊന്നും എനിക്ക് കാണണം. എന്റെ ടിഫിൻ ബോക്സ് വേസ്റ്റ് മാത്രല്ല, വേറെ ആരുതൊക്കെ വേസ്റ്റും അതിലിട്ടുകളല്ലേ. അത് ഞാൻ അറിഞ്ഞില്ല വിചാരിച്ചാ. ഇച്ചിരി നാടുമാരണി ഞാൻ ചെയ്യില്ലായിരുന്നു. ഇതൊക്കെ ഞാൻ കഴുകണം അല്ലേ? നിനക്ക് എന്നെ പറ്റിയ ശരിക്കുള്ള സ്വഭാവം നിനക്ക് അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങളെ പെരുമാറുന്നേ. ഇനി എന്ത് ചെയ്യുമ്പോഴും മറ്റുള്ളവരോട് ചെയ്യണ പോലല്ല, എന്നോട് ചെയ്യുമ്പോ ഒന്ന് ഓർക്കണം.
നീ അത് ക്ഷമിച്ചേക്ക്. ഓളെ പുതിയ കുട്ടിയല്ലേ, ഓൾക്ക് എന്നെ പറ്റി അറിയാനായിരിക്കും. നീ ഒന്നും ചെയ്യണ്ടട്ടാ. ആണോ? അങ്ങനെയാണോ? ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എന്റെ മമ്മിയോട് ഞാൻ പറയുന്നുള്ളൂ, അത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഞാന്. അയ്യോ അതന്നെ ധാരാളല്ലേ, വേണ്ട. ചീ പോടി. ഇവളാ അഹങ്കാരിയാ, അഹങ്കാരി. ഇവൾക്കൊന്ന് ഒരു പണി കൊടുക്കണം. അതെ. എന്ത്? അവള് നല്ല കുട്ടിയാണെന്നോ? നിന്നോടാ പറഞ്ഞേ? നല്ലൊരു പണി കൊടുക്കണം, കൊടുക്കണം. അതന്നെ, നല്ലൊരു പണി തന്നെ കൊടുക്കണം. 8ന്റെ പണി. അയ്യോ, ഇതിനെ ചൊല്ലി എന്തോ ഒരു പ്രശ്നമുണ്ടോ? ഡാഡി പെണ്ണേ, നീ എന്റെ മോനെ ഉപദ്രവിക്കാനായോ? അതൊന്നും ശരിയല്ലാട്ടാ. ഞാൻ ഉപദ്രവിച്ചതല്ല, അവൻ മനഃപൂർവ്വം ഉപദ്രവം ചോദിച്ചു വന്നതാ. നല്ല തമാശ. ചിരിക്കാനേ എനിക്കിപ്പോ നേരമില്ല. എല്ലാവരും ഉപദേശിക്കണ മോനാ. എന്റെ മോനെയും എന്റെ മോനെ ഉപദ്രവിക്കാൻ നിന്നാലേ നീ വിവരം അറിയൂ. ഞാനിവിടുത്തെ ഹെഡ് മിസ്റ്ററാ. ഞാൻ പറയുന്ന പോലെ ആയിരിക്കും ഇവിടെ നടക്കുക. അതിന് ഞാനൊന്നും തെറ്റേതില്ലല്ലോ. പിന്നെ ആരാ ഇവന്റെ മേതൊന്നായിട്ട് വേസ്റ്റ് ഇട്ടത്? അത് ഇവൻ എന്റെ ഫുഡ് കഴിച്ചു. പോരാത്തതിന് അവൻ വേസ്റ്റ് ഒന്നും കഴിക്കില്ല, അതുകൊണ്ടാ. മമ്മി, ഇവള് പറയുന്നൊന്നും കേൾക്കരുതാ. കാരണം ഇവള് എനിക്ക് ഫുഡ് തന്നതാ മമ്മി. അല്ല, പച്ചക്കള്ളം ഇവൻ എന്നോട് ചോദിച്ചതാ. പിന്നെ നിന്റെ ഭാഗത്ത് നിൽക്കാൻ എനിക്ക് മണ്ടത്തരമൊന്നുമില്ല. എന്റെ മോൻ പറയുന്നതാ കറക്റ്റ്. സോ ഇതിനുള്ള പണിഷ്മെന്റ് നിനക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. നാളെ നിന്റെ അച്ഛനെ കൂട്ടിയിട്ട് സ്കൂൾക്ക് വന്നാ മതി. ഇതൊരു സ്കൂളാണ്, അല്ലാതെ കോളേജും മറ്റോ അല്ല. ഈ സ്കൂളിന് അതിന്റേതായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഉണ്ട്. അത് നീ വന്നിട്ട് പോക്കരുത്. ഓൾറെഡി പോയിട്ടുണ്ടല്ലോ ഇവന് കാരണം. പിന്നെന്താ? ഛീ, മിണ്ടാതിരിക്കവിടെ. മര്യാദയ്ക്ക് മാപ്പാറി. മാപ്പോ? എന്തിനാ? ഞാൻ പറയൂല. മമ്മി, ഇവള് ഭയങ്കര അഹങ്കാരിയാ മമ്മി. എപ്പോഴും എന്നോട് ഇങ്ങനെ സംസാരിച്ചു വരും തർക്കിക്കാനായിട്ട്. ഒന്ന് മാപ്പ് പറയടി. അതിന് എന്റെ ഭാഗത്ത് എന്ത് തെറ്റാ ഉള്ളേ? ഇത് തന്നെ തെറ്റാ. എന്റെ മകന്റെ മേലത്ത് നീ വേസ്റ്റ് ഇട്ടോ. പക്ഷേ മിസ്സേ, മിണ്ടരുത്. ഗെറ്റ് ഔട്ട്. നാളെ വരുമ്പോ അച്ഛനെ കൂടി വന്നാ മതി, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട. അച്ഛനോട് പറയാ. അച്ഛനോട് പറയാതിരിക്കേ, അതിന്റെ ഇഷ്ടം. പക്ഷെ അച്ഛൻ കൂടി വരണം. ഓ, അച്ഛനോട് പറഞ്ഞാലേ അച്ഛൻ വരുള്ളൂ. ഇച്ചിരി ഓവർ ആവുന്നുണ്ട് നിന്റെ സംസാരം. എന്തിനാ അത്ര ഓവറായിട്ട് സംസാരിക്കണേ? ഷീബ ടീച്ചർ പറഞ്ഞോണ്ട് മാത്രമാണ് നിനക്ക് ഇവിടെ ഒരു അവസരം തന്നെ. അവസരം നീ ഇല്ലാതാക്കണ. മമ്മി, ഇതിനൊക്കെ പറഞ്ഞു വിടാ. എന്തിനാ? ആദ്യം നിന്നെ ഞാൻ പറഞ്ഞു വിടേണ്ടത്. ഇതേ കണ്ട മമ്മി, ഇവള് വീണ്ടും സംസാരിക്കണേ. ഡേ, നിന്നോടല്ല പറഞ്ഞേ. പൊയ്ക്കോ. ആദ്യം പഠിത്തമല്ല വേണ്ടേ, ബേസിക് ആയിട്ടുള്ള മാനേഴ്സ് വേണം. അത് നിനക്കില്ല. വലിയ പഠിക്കുന്ന കുട്ടീനൊക്കെ പറഞ്ഞിട്ട് കേറ്റിയതാ ഈ സ്കൂൾക്ക്. ഓ, ഞാൻ പോണോ? എടാ എബിനെ, ഇതൊന്നും നല്ല ശീലമല്ല കേട്ടോ. എന്റെ മോനായതുകൊണ്ട് മാത്രം അവളെ മുന്നിൽ വെച്ചിട്ട് നിന്നെ നാണം കെടുത്താഞ്ഞേ. എന്താ മമ്മി? അപ്പൊ മമ്മിയും ഞാൻ തെറ്റുകാരനെന്ന് പറയാല്ലേ? ഏയ്, അങ്ങനെ എന്റെ മോൻ ചെയ്യൂലല്ലോ. പക്ഷെ എവിടൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് ഇനി ഇത് നിന്റെ അടുത്തൊന്നും ആവർത്തിക്കരുത്. എന്താ മമ്മി? ഏയ്, ഒന്നുമില്ല. നീ ഇപ്പൊ ക്ലാസ് പോയിക്കോ. ഒരു കാര്യം പറഞ്ഞുതരാം, ഇത് ഓവർ ആയാലേ നിന്റെ പണി പോകൂട്ടോ. അന്നെങ്ങനെ സപ്പോർട്ട് ചെയ്താലേ. ഓ ശരി.